വോയിസ് ഓഫ് ദ ചർച്ച് എന്ന പ്രോഗ്രാമിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് വളരെ പ്രധാനപ്പെട്ട, വളരെ സവിശേഷതയുള്ള ഒരു വ്യക്തിത്വമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. നമ്മുടെ കേരളത്തിലെ ക്നാനായ കത്തോലിക്ക സഭയുടെ ആസ്ഥാനമായിട്ടുള്ള കോട്ടയത്തെ ക്നാനായ അതിരൂപതയുടെ ഇടയനായിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട അഭിവന്ദ്യനായ മാർ മാത്യു മൂലക്കാട്ട് പിതാവാണ് നമ്മോടൊപ്പമുള്ളത്. ഒരുപാട് സ്നേഹത്തോടെ നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. സ്വാഗതം പിതാവ്. ശരിക്കും ഒരുപാട് സന്തോഷത്തോടെയാണ് പിതാവിൻ്റെ കൂടെ ആയിരിക്കുന്നത്. കാരണം ഈ ഒരു മെത്രാഭിഷേകത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം 25 വർഷങ്ങൾ പിന്നിടുകയാണ്. 4 നൂറ്റാണ്ട് കാലം ഈ ഒരു അഭിഷേക നിറവിൽ അങ്ങ് പിന്നിടുകയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സന്തോഷവും ഒരു ചാരിതാർത്ഥ്യവും നന്ദിയും ദൈവസ്നേഹത്തിനോടുള്ള ഒരു പരിപാലനയോടുള്ള ഒരു നന്ദിയൊക്കെ ഉണ്ട്. എന്താണ് ശരിക്കും ഇത്ര ഊർജ്ജത്തോടെ, ഇത്ര എനർജിയോടെ, ഇപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് ഇത്രയും വർഷങ്ങൾ അങ്ങേക്ക് പിന്നിടാൻ കഴിഞ്ഞത് എങ്ങനെയാണ്? അങ്ങയെ ശക്തിപ്പെടുത്തുന്നത് എന്താണ്? എൻ്റെ മോട്ടോ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടി ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം നമ്മോടൊത്തുണ്ട്. എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ ആ ഒരു പരിപാലന ഉണ്ട് എന്നുള്ളൊരു ബോധ്യമാണ് പ്രധാനമായിട്ട് നയിക്കുന്നത്. അത് പിന്നെ പ്രാർത്ഥനയുടെ പല സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ചില അവസരങ്ങളിൽ കൂടി പ്രാർത്ഥിക്കുക, അതൊക്കെ ആവശ്യമാണ്. എങ്കിലും ഈ ഒരു ദൈവത്തോടു കൂടിയാണ് എന്നുള്ള ഒരു ചിന്തയാണ് എനിക്കിപ്പോഴും ബലം നൽകുന്നത്. ഞാൻ മാത്രമല്ല, ദൈവം എന്നെ വഴി നടത്തുന്നു എന്നുള്ള ഒരു ചിന്തയാണ്. ഒപ്പം പിതാവിൻ്റെ ഒരു മെത്രാഭിഷേക ചടങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും ഒരുപാട് ഭാഗ്യം ലഭിച്ച, അല്ലെങ്കിൽ ഒരുപാട് അനുഗ്രഹീതമായ ഒരു സന്ദർഭമായിരുന്നു അത്. പ്രത്യേകിച്ച് വിശുദ്ധ ജോൺ പോൾ പാപ്പയുടെ ഒരു കൈവപ്പ് ശുശ്രൂഷയിലൂടെ മെത്രാഭിഷേകത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. എങ്ങനെയാണ് ആ ഒരു സാഹചര്യം ഒരുങ്ങിയതെന്നൊന്ന് പറയാം. ഞാൻ ആ അവസരത്തിൽ ഇറ്റലിയിലെ ഞങ്ങളുടെ ആശ്രമത്തിലായിരുന്നു. ആശ്രമത്തിലായിരുന്ന അവസരത്തിലാണ് ഇങ്ങനൊരു തീരുമാനം എടുക്കേണ്ടി വന്നത്. ആ തീരുമാനം എടുത്ത് കഴിഞ്ഞപ്പോൾ പിതാവിനെ, നമ്മുടെ അന്ന് കുന്നശ്ശേരി പിതാവിടെ, കോട്ടയത്ത് കുന്നശ്ശേരി പിതാവിനോട് ഞാൻ പറഞ്ഞു. പിതാവാണ് പറഞ്ഞത്, സാധാരണ ജനുവരി മാസം 6-ാം തീയതി പരിശുദ്ധ പിതാവ് റോമിൽ വെച്ച് മെത്രാഭിഷേകം കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ വാങ്ങാൻ സാധിച്ചാൽ അതൊരു വലിയ കാര്യമായിരിക്കുമെന്ന് എന്നോട് പറഞ്ഞു. അതുകൊണ്ട് എന്നോട് പറഞ്ഞു, അവിടെ ചെന്ന് ചോദിക്കുക എന്ന് പറഞ്ഞു. ഞാനതനുസരിച്ച് അവിടെ ചെന്ന് അവരോട് പറഞ്ഞു, ഇങ്ങനെ 6-ാം തീയതി ഇവിടെ നടത്തുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമാണെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, കുഴപ്പമില്ല, നടത്താം എന്ന് പറഞ്ഞു. അങ്ങനെയാണ്. അപ്പോൾ അന്നത്തെ ആ സാഹചര്യം, ജോൺ പോൾ ഉണ്ടാകുന്ന മറപ്പം എല്ലാ വർഷവും ജനുവരി 6-ാം തീയതി വത്തിക്കാനിൽ വെച്ച് മെത്രാഭിഷേകം കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നെ കൂടെ ആ കൂടെ ചേർത്തു. പിന്നെ ബാക്കി ഇവരൊക്കെ വരാനുള്ളവരൊക്കെ വരാൻ സാധിച്ചത്രേ ഉള്ളൂ. ഇപ്പം അന്ന് ശരിക്കും ഈ ഒരു സന്യാസത്തിലേക്ക് പോകാനിടയായ ഒരു സാഹചര്യം എന്താണ്? ഇപ്പം രൂപതയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ഉത്തരവാദിത്തങ്ങൾ വഹിച്ചുകൊണ്ടിരുന്നിരുന്ന ഒരു വ്യക്തി, രൂപതയെ സംബന്ധിച്ചിടത്തോളം വളരെ വിശ്വസ്തനായ, ഒരുപാട് കാര്യപ്രാപ്തിയുള്ള ഒരു വ്യക്തിയായിരുന്നു, ആശ്രയിക്കാവുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സന്യാസ ജീവിതത്തിലേക്ക് ഒരു തീരുമാനമെടുത്ത് പോകാൻ ഇടയായ സാഹചര്യം? അത് ഒരു ഗ്രാജുവലായിട്ടുള്ളൊരു വളർച്ചയാണെന്ന് തോന്നുന്നു. ഞാൻ ഇവിടെ പല ശുശ്രൂഷയും ചെയ്തിരുന്ന അവസരത്തിലാണ് ഞാൻ പിരമിഡ് സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന മാസ്റ്ററായിരുന്ന അവസരത്തിൽ, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ റോമിൽ പഠിക്കാൻ പിതാവ് ആവശ്യമായിട്ട് പോയത്. റോമിൽ പഠിക്കാൻ പോയ അവസരത്തിലും തുടർന്നും എപ്പോഴും എൻ്റെ ചിന്തയുണ്ടായിരുന്നു, പൗരോഹിത്യം എന്ന് പറയുന്നത് കുറച്ചുകൂടി ദൈവത്തോട് അടുത്ത് നിൽക്കുക എന്നുള്ള ഒരു ചിന്തയുണ്ടായിരുന്നു. ആ അവസരത്തിൽ ഇവിടെ സ്ഥാപിച്ച ഒരു വല്ലംബ്രോസൻ ബെനഡിക്റ്റൈൻ സമൂഹം തുടങ്ങിയിരുന്നു കോട്ടയത്ത്. അതുകൊണ്ട് ഞാൻ അവിടെ റോമിലെ ഇടയ്ക്ക് ഇവരുടെ ആശ്രമത്തിൽ പോകുമായിരുന്നു. ഫ്ലോറൻസിലും ലിവോർണോയിലും ഇവരുടെ ആശ്രമങ്ങളുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ അച്ഛന്മാരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയി അവരെ കാണുകയും അവരുടെ ആ ജീവിത രീതി മനസ്സിലാക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ എനിക്കതിനോടൊരു ആകർഷണം തോന്നി. കുറച്ചുകൂടി ഒരു പ്രെയർഫുൾ ലൈഫ് സ്റ്റൈലാണല്ലോ ആശ്രമത്തിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടുത്തെ ഡോക്ടറേറ്റ് കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞ് പിതാവ് ഇവിടെ തന്നെ സെക്രട്ടറി ആയിട്ടും അഡീഷണൽ ചാൻസലറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു. ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴും എനിക്ക് എൻ്റെ മനസ്സിൽ ഈ ഒരു ചിന്തയുണ്ട്, കുറച്ചുകൂടി ഇതൊത്തിരി വളരെ കർമ്മനിരതമായ രംഗമാണല്ലോ, കുറച്ചുകൂടി ഒരു പ്രെയർഫുൾ അറ്റ്മോസ്ഫിയറിൽ ജീവിക്കുന്നതാണ് കുറച്ചുകൂടി ഒരു സന്തോഷം നൽകുന്നത് എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ ആലോചിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ പിന്നെ ഈ പറഞ്ഞതുപോലെ രൂപതയിൽ നിന്ന് എന്നെ റോമിലോട്ട് പഠിപ്പിച്ച് കഴിഞ്ഞതാണ്. അപ്പോൾ എനിക്ക് കുറച്ച് സർവീസ് ചെയ്യണമല്ലോ റൂപത. അപ്പോൾ അങ്ങനെയൊക്കെ ഇരുന്നപ്പോൾ ഞാൻ പിതാവിനോട് ചോദിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ കുന്നശ്ശേരി പിതാവിനോട് ഞാൻ എനിക്ക് പറഞ്ഞു, പിതാവ് എനിക്കൊരു ആഗ്രഹമുണ്ട്, ഇങ്ങനെ സന്യാസ ജീവിതത്തിലേക്ക് പോയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പിതാവ് പറഞ്ഞു, എനിക്കതിന് ഒബ്ജക്ഷൻ ഇല്ല, പക്ഷേ ഒരു കൊല്ലം കൂടെ കഴിയണം. കാരണം അന്ന് ഞങ്ങൾക്ക് ഇവിടെ കാനൻ ലോയിൽ പഠിച്ചൊരച്ഛൻ ഇല്ല, റോമിൽ നിന്ന് അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ അച്ഛൻ വന്നു കഴിയുമ്പോൾ ഞാൻ ഫ്രീ ആക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ തുടർന്നു. ഒരു കൊല്ലം കഴിഞ്ഞ് അച്ഛൻ വന്നു കഴിഞ്ഞിട്ട്
പിന്നെയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഇത് ഒരു അന്വേഷണം, അതായത് നമുക്ക് കുറച്ചുകൂടി പ്രാർത്ഥനാ നിർഭരമായ ഒരു ജീവിതം, എൻ്റെ അന്നത്തെ ചിന്തയുടെയും കാഴ്ചപ്പാടിൻ്റെയൊക്കെ, അപ്പോൾ അല്ലെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും സന്യാസ ജീവിതം കുറച്ചുകൂടി നമുക്ക് ദൈവത്തോട് അടുത്ത് നിൽക്കാൻ സഹായിക്കും എന്നുള്ളൊരു ചിന്ത എന്നിലുണ്ടായി. അതിൻ്റെ വെളിച്ചത്തിലാണ് തീരുമാനിച്ചത്. അപ്പോൾ എല്ലാ ഘടകങ്ങളും അനുകൂലമായി. അപ്പോൾ അവരും സമ്മതിച്ചു, പിതാവ് അതിന് അനുകൂലമായി. അപ്പോൾ പിന്നെ പോകുന്നതിന് തടസ്സമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, പിതാവിനോട് ചോദിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കാരണം എന്നെ വിട്ട് പഠിപ്പിച്ചതൊക്കെയാണല്ലോ. പിതാവ് പറഞ്ഞു എനിക്കെതിരില്ല, കാരണം ഞാൻ വന്ന കാര്യം പിതാവിന് അറിയാമായിരുന്നു, ആദ്യം പോലെയുള്ള കാര്യങ്ങൾ അറിയാമായിരുന്നു. അതുകൊണ്ട് പിതാവ് പറഞ്ഞു ഇങ്ങനെ അച്ഛൻ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ പിതാവ് വിളിക്കുന്നു. ഇപ്പം ശരിക്കും നമ്മളിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പം മെത്രാഭിഷേകത്തിലേക്ക് കടന്നു വന്ന് 25 വർഷം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ മെത്രാഭിഷേകത്തിലേക്ക് വരുന്നതിന് തൊട്ട് മുൻപ് ആ ഒരു അഭിഷേകത്തിന് വേണ്ടി ദൈവം തന്നെ ഒരുക്കിയതുപോലെ ആ ഒരു പ്രാർത്ഥനയിലും ആശ്രമത്തിൽ കഴിഞ്ഞ ആ ഒരു വർഷങ്ങൾ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അന്നുണ്ടായ പ്രാർത്ഥനാനുഭവങ്ങൾ പിന്നീട് ഒത്തിരി തോന്നിയിട്ടുണ്ട്. കാരണം ഈ പിന്നീടുള്ള ഈ ജീവിതത്തിന് ഒരു വലിയൊരു ഒരുക്കാക്കാലം നടത്താൻ പറ്റിയിട്ടുണ്ട്. ഇതായിട്ട് ഒരുങ്ങിയെന്നല്ല പറയുന്നത്, പക്ഷേ ആ ആശ്രമത്തിലുള്ള ജീവിതത്തിലൂടെ ഞാൻ പറഞ്ഞ പോലെ ദൈവത്തോടുള്ള ഒരു ബന്ധത്തെ കൂടുതൽ വളരാനും അത് പിന്നീടുള്ള സാഹചര്യങ്ങളെയൊക്കെ അതിജീവിക്കാനുള്ള ശക്തി നൽകിയിട്ടുണ്ട്. ഞാനെപ്പോഴും പറയാറുണ്ട്. കാരണം ഒരുപക്ഷെ ആ ആശ്രമ ജീവിതത്തിലെ ഒരു 5-6 വർഷം ഇല്ലായിരുന്നെങ്കിൽ ഐ ഡോണ്ട് നോ എനിക്കങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ അത് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, യാതൊരു സംശയമില്ല. തീർച്ചയായിട്ടും. അപ്പോൾ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ആകസ്മികമായി സംഭവിക്കുന്ന ചില കാര്യങ്ങൾ അതുപോലും ഒരു ദൈവത്തിൻ്റെ പരിപാലനയാണ് എന്ന് നമുക്ക് ശരിക്കും തിരിച്ചറിയാനുള്ള അവസരമല്ലേ? ആകസ്മികമൊന്നുമല്ല, ദൈവം ഒരുക്കി വഴി എന്നുള്ളതില്ല ഞാൻ കാണുന്നുള്ളത്. അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഒരു പരിശീലന തീർച്ചയായിട്ടും. അപ്പം ഈ ഒരു ശരിക്കും ഇത്തരത്തിലുള്ളൊരു പരിശീലനം ഇന്നത്തെ വൈദികർക്കും ശരിക്കും ലഭിക്കേണ്ടതില്ലേ? നമ്മുടെ ഈ ഒരു വൈദിക പരിശീലനവുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകൾ, ഒരുപാട് വിമർശനങ്ങൾ, വൈദിക പരിശീലനത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരണം എന്നുള്ള നിർദ്ദേശങ്ങൾ പല ഭാഗങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങളുടെ ഒരു തിരക്കുകളിലൂടെ കടന്നു പോകുന്നതിനപ്പുറം ആ തിരക്കുകൾക്കിടയിലും ദൈവത്തോടൊപ്പം ആയിരിക്കാൻ സമയം കണ്ടെത്തുന്ന ഒരു ബാലൻസിങ് വൈദിക പരിശീലനത്തിൽ വേണമെന്ന് അങ്ങേക്ക് തോന്നിയിട്ടുണ്ടോ? വൈദിക പരിശീലനത്തിൽ വാസ്തവത്തിൽ അതിനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ അതിന് ശേഷമുള്ള പ്രവർത്തന മേഖലകളിൽ പലപ്പോഴും അച്ഛന്മാർക്ക് ഈ സമയത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് പറയത്തില്ല. ദൈവത്തോടൊത്തുള്ള ആ ഒരു എക്സ്പീരിയൻസ്, ആ അനുഭവം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നമ്മുടെ സെമിനാരികളിലെ പരിശീലനം നമ്മൾ പരിശ്രമിക്കുന്നത് തന്നെയാണ്. ദൈവത്തോടൊത്തായിരിക്കാനും ഐക്യപ്പെടാൻ, അങ്ങനെയാണല്ലോ നമ്മുടെ പറയുന്നത്. അപ്പോൾ ദൈവത്തോടൊത്ത് ആയിരുന്നാൽ മാത്രമേ ഉള്ളൂ ദൈവത്തിൻ്റെ ശബ്ദമായിട്ട് ആളുകളുടെ അടുത്തേക്ക് പോകാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അതിനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ സെമിനാരി പരിശീലനത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. എത്രമാത്രം അത് പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് ഒരു ചോദ്യമാണ്. പിന്നെ ഈ പ്രാക്ടിക്കലി വരുമ്പോഴേക്കും അച്ഛന്മാർക്ക് പലപ്പോഴും ഈ പലതരത്തിലുള്ള തിരക്കുകൾ കൂടി വരുന്നൊരു കാലഘട്ടമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇതങ്ങോട്ട് കുറയുകയും ചെയ്യും. അതാണ് പ്രശ്നങ്ങൾ. ഇപ്പം ഈ വൈദികരെ കുറിച്ച് പറയുന്ന പല വിമർശനങ്ങളും വരുമ്പോൾ പലതരത്തിലുള്ള ന്യായീകരണങ്ങളും നമ്മൾ പറയാറുണ്ട്. കാരണം വൈദികരും വരുന്നത് കുടുംബങ്ങളിൽ നിന്നാണ്. അപ്പോൾ കുടുംബങ്ങളിലെ ശിഥിലീകരണം, കുടുംബങ്ങളിലെ വിശ്വാസത്തിൻ്റെ കുറവ് ഒക്കെ ഈ തരത്തിൽ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന വ്യക്തികളിലും അത് പ്രതിഫലിക്കുമെന്ന് പറയുന്നു. അപ്പം ശരിക്കും വൈദികരെ കൂടുതൽ മികവുറ്റ രീതിയിൽ പ്രവർത്തിക്കാൻ സഹായിക്കുന്നത് അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള മാറ്റമാണ് അതിന് സഹായിക്കുക? കുടുംബങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു മാറ്റമാണോ, അതോ വൈദിക പരിശീലനത്തിലുള്ള മാറ്റമാണോ? എങ്ങനെയാണ് കൂടുതൽ മികച്ച, കൂടുതൽ സമർപ്പണ ബോധമുള്ള, കൂടുതൽ വിശുദ്ധിയുള്ള വൈദികരെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുക എങ്ങനെയാണ്? എന്തായാലും നല്ല കുടുംബം ഒരു വൈദികനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടത് തന്നെ. കുടുംബത്തിൽ മാതാപിതാക്കളിൽ നിന്നും മറ്റ് സാഹചര്യങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഒത്തിരി അനുഭവങ്ങൾ, അതിനെല്ലാം നമുക്കൊരു വൈദിക പരിശീലനമായിട്ട് കാണാൻ പറ്റില്ല. പക്ഷേ ഒരു ക്രിസ്തീയ പരിശീലനം, ആ ഒരു നല്ല ക്രിസ്തീയ പരിശീലനം അത് കൊച്ചു കൊച്ചു സംഭവങ്ങളിലൂടെയും പല സാഹചര്യങ്ങളിലൂടെയും ഒക്കെ മനസ്സിലേക്ക് കടന്നു വരുന്നതാണ്. അങ്ങനെ കടന്നു വരുന്ന അനുഭവങ്ങളുടെ ധന്യതയിലാണ് യഥാർത്ഥത്തിൽ ഒരാളൊരു വൈദികനാകാനുള്ള ചിന്ത പോലും പിന്നെ കടന്നു വരുന്നതും അങ്ങനെയാണ് സാധാരണ. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ കുടുംബങ്ങൾ, പിന്നെ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുന്നു. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത് കുടുംബങ്ങൾക്ക്, അത് ശരിയാണ്. എങ്കിലും കുടുംബങ്ങളുടെ ആ ഒരു വലിയ പിന്തുണ, അല്ലെങ്കിൽ കുടുംബങ്ങളിൽ ലഭിക്കുന്ന ആ ഒരു അന്തരീക്ഷം, അത് വൈദികൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടത് തന്നെ, സംശയമില്ല. പിന്നെ അതിനെയാണ് വാസ്തവത്തിൽ നമ്മൾ സെമിനാരികളിലൊക്കെ നമ്മൾ ഫോസ്റ്റർ ചെയ്ത് വളർത്തിയെടുത്ത് കൊണ്ടുവരാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുടുംബങ്ങളിൽ നേരത്തെ കിട്ടിയ, ഉദാഹരണത്തിന് ഇന്നിപ്പോൾ മക്കൾ അച്ഛനാകാൻ ആഗ്രഹിക്കുന്ന സാഹചര്യങ്ങൾ കുറേയൊക്കെ മാറിയിട്ടുണ്ട്. മാതാപിതാക്കൾ പോലും ഇപ്പോൾ അതിന് ആഗ്രഹിക്കാത്തവരുണ്ട്.
നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. മക്കൾ അല്ലെങ്കിൽ കൊച്ചുമക്കൾ ഒക്കെ വൈദികരാകുക, സിസ്റ്ററാകുക എന്നൊക്കെ ഉള്ളത് വലിയൊരു നന്മയായിട്ട് കണ്ടിരുന്ന ഒരു ജനറേഷൻ കഴിഞ്ഞു വരികയാണ്. അതെ അതെ. അപ്പോൾ അതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഒത്തിരിയുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് കുടുംബങ്ങളിൽ മാറ്റം ഉണ്ടാകും. പക്ഷേ എങ്കിലും ചില കുടുംബങ്ങളിൽ ഇപ്പോഴും ആ ഒരു ഇത് കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള കുടുംബങ്ങളിൽ നിന്ന് വരുന്നവർക്ക് അതിൻ്റെ വ്യത്യാസം ഉണ്ടാകും, സംശയമില്ല. ഇപ്പം അങ്ങ് പറഞ്ഞതുപോലെ തന്നെ കുടുംബങ്ങളിൽ ഒരു നല്ല ക്രിസ്തീയ വിശ്വാസത്തിൽ വളരാനുള്ള സാഹചര്യങ്ങൾ വളരെയധികം പരിമിതപ്പെട്ടു പോകുന്നു, കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് ഒരു വശം. കുറവുണ്ട്. ഇതിന് നമുക്ക് എങ്ങനെ ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കും? ഇപ്പം കുട്ടികളിൽ മാത്രം മതബോധനം പരിശീലനം അല്ലെങ്കിൽ വിശ്വാസ പരിശീലനം നൽകുന്നതിനപ്പുറം കുടുംബത്തെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് വിശ്വാസത്തിൽ വളരാൻ സഹായിക്കുന്ന ഒരു പരിശീലന പദ്ധതി നമുക്ക് പ്രായോഗികമാണോ? യഥാർത്ഥത്തിൽ വിശ്വാസ പരിശീലനം എന്ന് പറയുന്നത് പ്രഥമമായിട്ട് മാതാപിതാക്കളുടെ ചുമതലയാണ്, നമ്മൾ പറയാറുണ്ട്. അതെ. അത് പുസ്തകത്തിൽ മാത്രം നിൽക്കുന്നതല്ല. പുസ്തകങ്ങളെന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ ഗ്രഹിക്കാനുള്ള ഒരു ഉപാധി എന്ന് മാത്രമേ ഉള്ളൂ. ഇവർക്ക് കൊടുക്കുന്ന വിശ്വാസ പരിശീലനം എന്ന് പറയുന്നത് വേറെ വലിയ മേഖലയാണല്ലോ. കാരണം നമുക്കിപ്പോൾ സംഭവിക്കുന്നത് ആഴ്ചയിൽ ഒരു 1.5 മണിക്കൂർ സമയം കുട്ടികൾക്ക് വേണ്ടി മാറ്റിവെക്കാനായിട്ട് നമ്മൾ സഭ പരിശ്രമിക്കുന്നുണ്ട്. അതേസമയം ഇവിടെ കിട്ടുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നോ എന്നൊരു ധാരണ ഇപ്പോൾ കുട്ടികളുടെ മനസ്സിൽ വരുന്നുണ്ട്. കാരണം അവർ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ പലതും ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. അതെ. പിന്നെ മാതാപിതാക്കൾ തങ്ങളുടെ ജീവിതത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, അവരുടെ ജീവിതത്തിൽ കാണുന്ന ധാരാളം കൊച്ചു കൊച്ചു കാര്യങ്ങൾ അത് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ശക്തിയിലാണോ എന്നുള്ളത് എനിക്ക് തോന്നുന്ന കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് ഗ്രഹിക്കാൻ സാധിക്കും. അതെ. ക്രൈസ്തവ സ്നേഹം, ക്രൈസ്തവമായിട്ടുള്ള കാരുണ്യം, മറ്റുള്ളവരോടുള്ള പരിഗണന, ഇതൊക്കെ നമ്മുടെ അനുദിന ജീവിതം, ഇത് കാറ്റഗീസം എന്ന് പറഞ്ഞ് പേരെഴുതി വെക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇതെല്ലാം അവരുടെ ജീവിതത്തിൽ അവരിലുള്ള ആത്മീയതയുടെ ഒരു പ്രകാശനമായിട്ടാണ് കാണുന്നത്. അങ്ങനെ വരുമ്പോൾ മക്കളുടെ മനസ്സിൽ അത് പതിയാണ്. അവരും അറിയുന്നില്ല, മാതാപിതാക്കളും അറിയുന്നില്ല. അപ്പോൾ ഈ നമ്മുടെ ക്രിസ്തീയ മൂല്യങ്ങൾ, വിശ്വാസം, സ്നേഹം, ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ, ഇതൊക്കെ പറഞ്ഞുകൊടുത്തല്ല പഠിക്കേണ്ടത്, കണ്ടും അറിഞ്ഞും പഠിക്കുകയാണ്. അതിനുവേണ്ടി മക്കളെ കാണിക്കാൻ വേണ്ടി മാതാപിതാക്കൾ ചെയ്തുകൊണ്ട് കാര്യമില്ല. അവരിൽ ഈ ഗുണങ്ങൾ ഉണ്ടായിരിക്കുകയും അവരത് ജീവിക്കുകയും ചെയ്യുമ്പോൾ മക്കളുടെ മനസ്സിൽ അതിൻ്റേതായിട്ടുള്ള വിവിധ വർണ്ണങ്ങൾ വിരിയും. അതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഒരു ക്രിസ്തീയത നമ്മൾ രൂപപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് കുറവ് ഇപ്പോൾ ഉണ്ട്. കാരണം ആളുകൾക്ക് സമയമില്ലാണ്ടായി. ഇപ്പോഴാളുകൾ ഇന്നത്തെ സോഷ്യൽ മീഡിയയൊക്കെ വന്നതോടുകൂടി മിക്കവാറും സമയം അതിലേക്കൊക്കെ പോകുന്നതുകൊണ്ട് മക്കളോടൊത്ത് ഇരിക്കാനോ മക്കളുടെ കാര്യങ്ങൾ ശ്രവിക്കാനോ അല്ലെങ്കിൽ മക്കൾ പറയാൻ ആഗ്രഹിക്കുന്ന അവസരത്തിൽ അവരെ ശ്രവിക്കപ്പെടുന്നു ഉറപ്പുവരുത്താനോ ഒക്കെ സാധിക്കാതെ ഒത്തിരി ചുറ്റുപാടുകൾ ഇപ്പോൾ വന്നിട്ടുണ്ടെന്നുള്ള സംശയമില്ല. എങ്കിലും ഇപ്പോഴും മാതാപിതാക്കളുടെ ആ ഒരു ജീവിതം വളരെ പ്രധാനപ്പെട്ടതാണ്. അവരുടെ അനുദിന ജീവിതത്തിൽ തിളങ്ങി വരുന്ന ക്രിസ്തീയ മൂല്യങ്ങൾ ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ആരും പറയാതെ പതിക്കും, അത് അവരിൽ നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇത് നമുക്ക് കാറ്റഗീസം എന്ന് പറയുന്നത് നമുക്ക് വെറും ഒരു 1.5 മണിക്കൂർ സമയം പള്ളിയിൽ നടക്കുന്ന ഒരു ചടങ്ങിനെ മാത്രമായിട്ട് ഒരിക്കലും കാണാൻ പറ്റില്ല. അത് നമുക്ക് ആവശ്യമാണ്, കാര്യങ്ങൾ വ്യക്തത കിട്ടാനൊക്കെ ആവശ്യമാണ്. എങ്കിലും ഇതിൻ്റെ പ്രായോഗികത അവരുടെ ജീവിതത്തിലാണ് വരേണ്ടത്. അപ്പോൾ മറ്റുള്ളവരുടെ ഇടപെടുന്ന അവസ്ഥ, പിന്നെ ഈ ഇന്നത്തെ നമ്മൾ കാണുന്ന ടി വിയിലൊക്കെ കാണുന്ന കാര്യങ്ങളൊക്കെ ഇവർ പഠിക്കുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപക്ഷെ ചിലപ്പോഴൊക്കെ എതിരായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കാണുകയും പഠിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അവരുടെ സംശയങ്ങളുണ്ടാകും. ആ സംശയങ്ങളൊക്കെ തീർത്തു പോകണമെന്നുണ്ടെങ്കിൽ മാതാപിതാക്കളിലൂടെയാണ് കുഞ്ഞുങ്ങൾ വീണ്ടും വീണ്ടും അതിനെ, മാതാപിതാക്കൾ അറ്റൻഷൻ കൊടുത്തില്ലെങ്കിൽ ഈ കാറ്റഗിസം കൊണ്ട് വലിയ പ്രയോജനം കിട്ടില്ല. പക്ഷേ ഇതിൽ ഇപ്പം മാതാപിതാക്കളുടെ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ തന്നെ ഒരുപാട് ഫാമിലീസ് സിംഗിൾ പാരൻ്റ് ആയിട്ടുണ്ട്, ഡൈവേഴ്സി ആയിട്ടുള്ളതുണ്ട്, അല്ലെങ്കിൽ ഒരു പങ്കാളി മരിച്ചുപോയിട്ടുള്ള സാഹചര്യമുള്ളതുണ്ട്, വിദേശങ്ങളിൽ താമസിക്കുന്ന, അങ്ങനെ ജോലിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഇതൊക്കെ തന്നെ കുട്ടികളുടെ വിശ്വാസ വളർച്ചയെ വളരെയധികം ഗുരുതരമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെയെല്ലാം നമ്മൾ കണക്കിലെടുക്കുമ്പോൾ അല്ലെങ്കിൽ അതിനൊരു പ്രാധാന്യം കൊടുക്കുമ്പോൾ, അതുപോലെ തന്നെ വിശ്വാസത്തിൽ നിലനിൽക്കാൻ സാധിക്കാതെ സാഹചര്യങ്ങൾ കൊണ്ട് മാതാപിതാക്കൾ വിശ്വാസ ജീവിതത്തിൽ വീണു പോകുമ്പോൾ അതിനും ഒരു പരിഹാരമായിട്ട് എങ്ങനെ നമുക്ക് സഭയുടെ ഭാഗത്തു നിന്ന് കുറേ കൂടി ശക്തമായ, കുറേ കൂടി ഫലം ചെയ്യുന്ന, കുടുംബങ്ങളെ വിശ്വാസത്തിൽ ശക്തിപ്പെടുത്തുന്ന കുറേ കൂടി നല്ല ഇടപെടലുകൾ ആവശ്യമല്ലേ? നമുക്ക് അതിനെന്ത് ചെയ്യാൻ സാധിക്കും? ചെയ്യുന്നവരുണ്ട്. കുടുംബങ്ങളെ അടുത്ത് അറിയാനും മനസ്സിലാക്കാനും അവരുടെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് അവരെ ഗൈഡ് ചെയ്യാനും പരിശ്രമിക്കുന്ന നല്ല വികാരിമാരുണ്ട്. എല്ലാവരും അങ്ങനെ വിജയിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും അങ്ങനെ ശ്രമിച്ചാൽ തീർച്ചയായും പറഞ്ഞ ഓരോരോ സാഹചര്യവും, സിംഗിൾ പേരൻ്റെ കാര്യമാകാം, അല്ലെങ്കിൽ ഒരാൾ മരിച്ചുപോയ പല കേസുകളാകാം. അപ്പോൾ ആ ഓരോ കേസുകളിൽ അവരുടെ ആ ഒരു സാഹചര്യം അവരോടൊത്ത് നിൽക്കാനായിട്ട് ശ്രമിക്കുന്നു. പിന്നെ നമ്മുടെ സഭയിൽ തന്നെ ഇപ്പം മറ്റ് കുടുംബങ്ങൾ
അവരെ എന്ന് പറഞ്ഞാൽ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അവരെ ഒന്ന് ഗൈഡ് ചെയ്യാനായിട്ട്, ഹെൽപ്പ് ചെയ്യാനായിട്ട്, അവർക്ക് ആശ്രയിക്കാവുന്ന ആളുകൾ, അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ കുറേയെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഏതായാലും അതിനിപ്പം ഇടവുകളിൽ, പിന്നെ നമ്മുടെ ഇടവുകളിൽ നടക്കുന്ന കുടുംബ കൂട്ടായ്മകളിൽ കുറച്ചെല്ലാം അത് ഫലപ്രദമാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെയെല്ലാം വേണ്ടി വരുന്നത് നമ്മുടെ ആ ഒരു ഹൃദയൈക്യത്തിൻ്റെ പ്രശ്നമുണ്ട്. എല്ലാവരും തമ്മിലുള്ള ഹൃദയൈക്യം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അതിലേക്ക് വരാൻ സാധിക്കില്ല. എല്ലാവരും മാറി മാറി നിൽക്കും. അതെ അതെ അതെ, പരസ്പരം കുറ്റപ്പെടുത്തലുകളും അതായിരുന്നാൽ നടക്കില്ല. പരസ്പരം മനസ്സിലാക്കാനും അംഗീകരിക്കാനും സഹായിക്കാനുള്ള മനസ്സുള്ള ആളുകളുടെ ഉണ്ടാകുമ്പോൾ അത് ക്രിസ്തീയ സമൂഹം. അപ്പോൾ ഈ ക്രിസ്തീയ സമൂഹത്തിൻ്റെ ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ക്രൈസ്തവ ചൈതന്യം കൂടുതൽ വളർന്നു വരുന്നത്. അതെ അതെ. ഒപ്പം ഈ മതാധ്യാപകരുടെ ഒരു പരിശീലനത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പം നമുക്ക് വൈദികരെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലം, ഒരു പതിറ്റാണ്ടിനപ്പുറമുള്ള ഒരു പരിശീലന കാലയളവുണ്ട്. പക്ഷേ വേദപാഠം പഠിപ്പിക്കുന്ന, വിശ്വാസ സത്യങ്ങൾ പരിശീലിപ്പിക്കുന്ന മതാധ്യാപകർക്ക് പലപ്പോഴും ഇത്ര ദീർഘമായ അല്ലെങ്കിൽ കുറേ കൂടി ആഴമായ ഒരു പരിശീലനം ലഭിക്കുന്നില്ല. അപ്പോൾ അത് കുറേ കൂടി ഗൗരവത്തോടെ നമ്മൾ കണക്കിലെടുക്കേണ്ട ഒരു കാര്യമല്ലേ? അന്നത്തെ ആളുകളുടെ സമയവും അവരുടെ ജോലിയുടെ കാര്യങ്ങൾ കൊണ്ട് കൂടുതൽ സമയം പരിശീലനത്തിന് മാറ്റിവെക്കാൻ സാധിക്കുന്ന ഒരു കുറവാണ് ഇപ്പോഴും. എങ്കിലും നമുക്കിപ്പം നമ്മുടെ POCയിലൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്. കാറ്റഗിസ്റ്റ് ടീച്ചേഴ്സിന് വേണ്ടി 1 വർഷം നീണ്ടു നിൽക്കുന്ന കോഴ്സുകളൊക്കെ നടത്താറുണ്ട്. പിന്നെ രൂപതകളിലും കാറ്റഗിസ്റ്റ് ടീച്ചേഴ്സിന് വേണ്ടി കുറച്ച് പരിശീലന ക്ലാസ് നടത്താറുണ്ട്. ഫ്രഷായിട്ട് വരുന്നവർക്ക് ആദ്യം കുറച്ച് ദിവസത്തേക്കുള്ള ഒരു ട്രെയിനിങ് കൊടുക്കാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോ വർഷവും ഓരോ ക്ലാസ്സിലുള്ള അധ്യാപകരെ വിളിച്ചു കൂട്ടി അവർക്ക് വേണ്ടി നമ്മൾ ചെറിയ സെമിനാറുകൾ നടത്താറുണ്ട്. കുറച്ച് പരിശ്രമിക്കുന്നുണ്ട്, മുഴുവനാകുന്ന ഞാൻ പറയുന്നില്ല. പക്ഷേ ആളുകൾക്ക് സമയപരിമിതിയുണ്ട്. ആകെ കൂടി ഇപ്പോൾ അവർക്കൊരു ഞായറാഴ്ചയാണ് ഇപ്പം ഉള്ളത്. അപ്പോൾ ഞായറാഴ്ചത്തെ 100 കൂട്ടം കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ വെച്ചാൽ ആളുകൾക്ക് വന്നു ചേരാൻ പറ്റില്ല. എങ്കിലും കുറച്ചെല്ലാം നടക്കുന്നുണ്ട്. കുറച്ച് പേര് വളരെ സജീവമായിട്ട് എടുക്കുകയും അതിലെ കോഴ്സ്, അതുപോലെ തന്നെ നമ്മൾ നടത്തുന്ന സഭയിൽ നടത്തുന്ന മറ്റ് കോഴ്സുകളുണ്ടല്ലോ, ബൈബിൾ കോഴ്സുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ആളുകളുണ്ട്. ഓൺലൈനായിട്ടും ഒക്കെ പങ്കെടുക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ അവരുടെ വിശ്വാസ ജീവിതത്തെയും ക്രൈസ്തവ സാക്ഷ്യത്തെയും ഒക്കെ ബലപ്പെടുത്താൻ സഹായിക്കും. തീർച്ചയായിട്ടും. ഒപ്പം നമ്മൾ ഇന്നത്തെ ഈ മാധ്യമങ്ങളിലൂടെയൊക്കെ പ്രത്യേകിച്ചും യുവജനങ്ങളും കുട്ടികളുമൊക്കെ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരം കൊടുക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം. അതുപോലെ തന്നെ നമ്മൾ വളരെ ഭവ്യതയോടെ, വളരെ ബഹുമാനത്തോടെ കാണുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെ അവഹേളിക്കുകയും വില കുറച്ച് കാണിക്കുകയും ചെയ്യുന്ന സിനിമകൾ വരുന്നു. മാധ്യമങ്ങൾ പലതരത്തിലുള്ള പരാമർശങ്ങൾ വരുന്നു. സോഷ്യൽ മീഡിയയിൽ പരാമർശങ്ങൾ വരുന്നു. അപ്പോൾ ഇതിനെ ശക്തമായി പ്രതിരോധിക്കാൻ നമുക്കിപ്പോഴും സഭയുടെ മുഖമായി നിൽക്കുന്ന ഒരു മാധ്യമം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് സംശയിക്കേണ്ടി വരും. നമുക്ക് ഒറ്റപ്പെട്ട ചാനലുകളുണ്ട് എന്നുള്ളതല്ലാതെ സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു വ്യാഖ്യാനം നൽകാനായിട്ട് നമുക്കൊന്നൊരു ടെലിവിഷനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മാധ്യമം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് പ്രശ്നമാണ്. അതുപോലെ തന്നെ ഇപ്പം സിനിമ എന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരു ദൃശ്യ മാധ്യമം, ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു മീഡിയയാണ്. ആ ഒരു മീഡിയയിലൂടെ നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്ന രീതിയിൽ അപൂർവമായിട്ട് ഇപ്പോൾ സിസ്റ്റർ റാണിമരിയെ പോലുള്ള അവരെക്കുറിച്ചുള്ള സിനിമകൾ ഉണ്ടായതുപോലെ ശക്തമായ വിശ്വാസ സാക്ഷ്യം നൽകുന്ന, അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിനെ മഹത്തായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന സിനിമകൾ നമ്മുടെ കേരളത്തിൽ നിന്ന് സഭയുടെ നേതൃത്വത്തിലൊക്കെ ശരിക്ക് ആ രീതിയിൽ ചിന്തിക്കേണ്ടതല്ലേ? ചിന്തിക്കാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നില്ല. ചില ആളുകളൊക്കെ ആ രീതിയിൽ പരിശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ സിനിമ എന്ന് പറയുന്നത് ഒരു പ്രബോധനം മാത്രമായിട്ട് നമുക്ക് നിർത്താൻ പറ്റില്ല. സിനിമയ്ക്ക് അതിനകത്ത് കലയുണ്ട്, അതിനകത്ത് ധാരാളം കാര്യങ്ങളുണ്ട്. അതെല്ലാം കൂടി ചേർന്ന് വന്നില്ലെങ്കിൽ ആ സിനിമ റിജക്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ നമുക്ക് ശ്രമിക്കാം. നല്ല മൂല്യങ്ങളുള്ള സിനിമകൾ ചിലപ്പോഴൊക്കെ വരാറുണ്ട്. ചില കാര്യങ്ങൾ നമുക്ക് നല്ല കുടുംബ ബന്ധങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ മനുഷ്യബന്ധങ്ങളെക്കുറിച്ചും അങ്ങനെയുള്ള സിനിമകൾ ഉണ്ടാകും, നല്ലതാണ്. അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കും. സഭ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഇങ്ങനെയുള്ള ഘടകങ്ങളെല്ലാം കൂടി ചേർന്ന് വരണം. അത്ര എളുപ്പമല്ലത്. നമുക്ക് ചെയ്യാവുന്നത് ഇങ്ങനെയുള്ള മേഖലകളിൽ വരുന്നവരെ പ്രോത്സാഹിപ്പിക്കാൻ പരമാവധി പരിശ്രമിക്കുക മാത്രമേ. പിന്നെ നമ്മുടെ ക്രിസ്ത്യൻ ചാനൽസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഷാലോമും തിയേറ്റർ ചാനലൊക്കെ ഉണ്ടല്ലോ, അത് നല്ലതാണ്. അത് അതിനകത്ത് തന്നെ വരുന്ന ആൾക്കാരുണ്ട്, അത് പ്രാർത്ഥനയ്ക്കൊക്കെയായിട്ട് ഉപയോഗിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അത് നല്ലതാണ്. പക്ഷേ നമ്മൾ ഈ സിനിമ എന്നൊക്കെ പറഞ്ഞ എൻ്റർടൈൻമെൻറ്റ് മീഡിയം കൂടിയാണല്ലോ. അപ്പോൾ അതും കൂടി ചേർന്നല്ലെങ്കിൽ സിനിമ പരാജയപ്പെടും. അപ്പോൾ നമ്മുടെ കലാരൂപങ്ങൾ അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അതിന് പലതരത്തിലുള്ള കഴിവുകളുള്ളവർ ഒന്നു ചേർന്നേ പറ്റുള്ളൂ. അത് നല്ലതാണ്. നല്ല സിനിമയൊക്കെ പക്ഷേ ചില സിനിമകൾ വരാറുണ്ട്, നല്ല സിനിമകൾ. തീർച്ചയായിട്ടും. പറഞ്ഞ റാണിമരിയുടെ കാര്യം പറഞ്ഞില്ലേ, അതൊരു നല്ലൊരു സിനിമയായിരുന്നു. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഈ രീതിയിൽ നമ്മുടെ മാധ്യമങ്ങളുടെ ഈ ഒരു സാഹചര്യം പറഞ്ഞു, വിശ്വാസ പരിശീലനത്തിൻ്റെ സാഹചര്യങ്ങൾ പറഞ്ഞു, കുടുംബ പശ്ചാത്തലത്തിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞു. ഈ സാഹചര്യങ്ങളുടെ ഒക്കെ നടുവിൽ നിന്നാണ് നമ്മുടെ യുവജനങ്ങളും അതുപോലെ തന്നെ ടീനേജേഴ്സും +2 കഴിഞ്ഞവർ പോലും ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. ഉപരിപഠനവും ജോലിയുമൊക്കെയായി. അപ്പം ഇങ്ങനെ ഒത്തിരി പേര് പോകാൻ തുടങ്ങിയാൽ അത് നമ്മുടെ കേരളത്തിലെ സഭയെയും സമൂഹത്തെയും എത്രത്തോളം പ്രതികൂലമായിട്ട് ബാധിക്കും? അതിന് പല ഘടകങ്ങളാണല്ലോ ഉള്ളത്.
ഉദാഹരണത്തിന് എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് ആളുകൾ പുറത്തേക്ക് പോകുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം, ഞാൻ പലപ്പോഴും ഇടപെടി ചെല്ലുമ്പോൾ ആളോട് പറയാറുണ്ട്, ഇങ്ങനെ ഈ ഇവിടെയുള്ള കാര്യങ്ങളിൽ നമ്മൾ നോക്കണം, PSC പരീക്ഷ എന്നൊക്കെ പറയുമ്പോൾ അവർ വളരെ ക്ലിയറായിട്ട് പറയും, പിതാവ് പറഞ്ഞൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്, പക്ഷേ ഇതിനുള്ള സാധ്യത വളരെ കുറവാണ്. പല ഘടകങ്ങളും, ഇപ്പം ഞാനതിൻ്റെ എല്ലാ ഡീറ്റെയിൽസിനും പോകുന്നില്ല. ആ മേഖലകളിലൂടെ കയറി വരാനായിട്ട് നമുക്ക് ഒന്നാമത്തെ ലഭിക്കുന്ന ചാൻസ് വളരെ കുറവാണ്. കാരണം നമുക്ക് ഓപ്പൺ കോട്ട എന്ന് പറയുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. പിന്നെ രണ്ടാമത് അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന പലതരത്തിലുള്ള തിരിമറികൾ ഇവിടെയൊക്കെ നടക്കുന്നതായിട്ട് വായിക്കും കേൾക്കുകയൊക്കെ ചെയ്യുന്നു. ആളുകൾക്ക് നമ്മളെക്കാൾ കൂടെ കൃത്യം അറിയാം എങ്ങനെയൊക്കെയാണ് നടക്കുന്നുള്ളതിനെക്കുറിച്ച്. അപ്പം അതൊക്കെ ഉള്ളത് കൊണ്ട് ഇവിടെ തന്നെയല്ല, ഇവിടെ വേറെ ഒരു ജീവിതമാർഗം എന്ന് പറയുന്നത് കണ്ടെത്താൻ അതിനേക്കാൾ ആളുകൾ ചിന്തിക്കുന്നത് കുറച്ചുകൂടി മെച്ചമായ സാഹചര്യങ്ങൾ ഉണ്ടെന്നുള്ളതാണ്. പുറത്ത് മറ്റ് മെച്ചമായ ഉണ്ടെന്ന് പറയുന്നത് നിഷേധിക്കാൻ പറ്റില്ല. പക്ഷേ ഈ പോകുന്നതെല്ലാം നമുക്ക് അതുപോലെ അംഗീകരിക്കാൻ പറ്റില്ല. കാരണം +2 കഴിഞ്ഞ് പോകുന്ന പിള്ളേർ ഒത്തിരി വിഷമിക്കുന്നുണ്ട് പുറത്തൊക്കെ പോയിട്ട്. നമ്മളത് അവരോട് പറയാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ സിനഡിൽ പിതാക്കന്മാർ പറഞ്ഞു, +2 കഴിഞ്ഞിട്ടുള്ള പോക്കിന് അതിൻ്റേതായ ചില അപാകതകളുണ്ട്. ഒന്ന്, അവർ വേണ്ടത്ര മച്ചുറായിട്ടില്ല. 2, അവർക്ക് ജീവിതത്തെ മീറ്റ് ചെയ്യാനുള്ളൊരു ശക്തിയായിട്ടില്ല. പിന്നെ കുറച്ച് നിൽക്കാനുള്ള, പിന്നെ പ്രലോഭനങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് വീണു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് കഴിയുന്നിടത്തോളം പഠനം നമുക്ക് കുറച്ചുകൂടി ഇവിടെ പഠിച്ചിട്ട് പോകുന്നത് നല്ലതെന്ന് പൊതുവായിട്ടുള്ള അഭിപ്രായം നമ്മൾ പറയും. നമ്മൾ കഴിയുന്നിടത്തോളം എൻകറേജ് ചെയ്യുന്നത്. പക്ഷേ പ്രശ്നം ഇതാണ്, കുട്ടികൾ നോക്കുമ്പോൾ ഇവിടെ നിന്ന് പഠിച്ചാലും പിന്നെ +2 കഴിഞ്ഞ് പിന്നെ അടുത്തൊരു 3 കൊല്ലത്തെ 4 കൊല്ലത്തെ പഠനം കഴിയുമ്പോഴത്തേക്കും ഒരു സ്കോപ്പ് കാണിച്ചു കൊടുക്കാൻ നമ്മുടെ കയ്യിലധികം ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് പുറത്തു പോകുന്ന ആളുകൾക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട സാഹചര്യങ്ങളുണ്ട് എന്നുള്ളത് അവരുടെ റിലേറ്റീവ്സിലൂടെയും അല്ലാതെയൊക്കെ ഇവർ അറിയുന്നുമുണ്ട്. സോ ദാറ്റ് ഈസ് നാച്ചുറൽ. ബെറ്റർ പാസ്റ്റേഴ്സ് എന്ന് പറയുന്നൊരു ഉണ്ടല്ലോ, അതുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുറത്ത് പോകുന്ന ആളുകളിൽ മിക്കവാറും പേരൊക്കെ എങ്ങനെയൊക്കെ ചെന്ന് ഒരുമാതിരി മെച്ചപ്പെട്ട സ്ഥലങ്ങളിലേക്ക് വരാറുണ്ട്. അതിനകത്ത് നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. നമ്മളെപ്പോഴും ഇങ്ങനെ ഒരു പുതിയ മേച്ചിൽപ്പുറങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്ന ആളുകളാണല്ലോ. അതിനകത്ത് ഉണ്ട്. ഒപ്പം ഈ ഒരു കോട്ടയം എന്ന് പറയുമ്പോൾ കോട്ടയത്ത് നിന്ന് ഒത്തിരി പേര് ആദ്യകാലങ്ങളിൽ തന്നെ, പ്രത്യേകിച്ച് മെഡിക്കൽ മേഖലയിലുള്ളവർ ഒത്തിരി പേര് വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറിയ ആളുകളുള്ള ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സഭയുടെ ഒരു വളർച്ചയും വിദേശ രാജ്യങ്ങളിൽ നല്ല രീതിയിൽ പോകുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് എത്രത്തോളം ഇവിടെ നിന്നും പോകുന്ന കുട്ടികൾക്ക് അവിടെ അവരുടെ വിശ്വാസ ജീവിതത്തിൽ ഉറച്ചു നിൽക്കാനും ആ ഒരു വിശ്വാസ ചൈതന്യത്തോടെ മുന്നോട്ട് പോകാനും എത്രത്തോളം വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ സഭയുടെ സാന്നിധ്യം സഹായിക്കുന്നുണ്ട്? അത് വളരെയേറെ സഹായിക്കുന്നുണ്ട്. ഞങ്ങളുടെ ജ്ഞാനായ സമൂഹം എന്ന് പറയുന്നത് ഒരു കുടിയേറ്റ സമൂഹമായിട്ടാണ് 4ാം നൂറ്റാണ്ട് മുതലേ ഇങ്ങനെ അറിയപ്പെടുന്നത്. അപ്പോൾ പുതിയ സ്ഥലങ്ങളിലേക്കും മെച്ചപ്പെട്ട സ്ഥലങ്ങളിലേക്കും പോവുക എന്നുള്ള ഒരു നേച്ചർ ഉണ്ട്, കുടിയേറ്റ സ്വഭാവമുണ്ട്. നമ്മൾക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ പല സ്ഥലത്തും നമ്മുടെ ആളുകൾ കുടിയേറുമ്പോൾ നമ്മൾ അവരുടെ കൂടെ നിൽക്കുകയും അവർക്ക് സഭാപരമായിട്ടുള്ള ഒരു കൂട്ടായ്മ ഉണ്ടാക്കി കൊടുക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഒത്തിരി സഹായമായിട്ട് വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ പറഞ്ഞ ഏറ്റവും കൂടുതലുള്ള വടക്കേ അമേരിക്കയിൽ USA-ലാണ്. USA-ലെ ഒരു 10-18 ജ്ഞാനായ മിഷനുകൾ ഇപ്പം നമുക്കുണ്ട്, ഇടവുകൾ, പാരിഷസ് ഉണ്ട്. കാനഡയിലുണ്ട്, പിന്നെ UK-യിലുണ്ട്, ഓസ്ട്രേലിയയിലുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആളുകൾ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ കഴിയുന്നിടത്തോളം നമ്മുടേതായിട്ടുള്ള ഒരു സഭാ സംവിധാനം അവർക്കൊരു കവർ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിലൊത്തിരി നന്മയുണ്ട്, യാതൊരു സംശയമില്ല. കാരണം അതിനകത്ത് വളരെയേറെ അതിലൂടെ വളർച്ച ഉണ്ടാകുന്നുണ്ട് സമൂഹത്തിന്. അതുകൊണ്ട് അത് നമ്മളതിന് പരിശ്രമിക്കുന്നുണ്ട്. അച്ഛന്മാരെ വിടും, നമ്മുടെ ആളുകൾക്ക് അത് ആവശ്യമാട്ടോ. ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രത്യേകതയാണ്, അവർക്ക് നമ്മുടെ അച്ഛന്മാർ തന്നെ വേണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് അച്ഛന്മാരെ വിടും, അവിടുത്തെ പിതാക്കന്മാരായിട്ട് സംസാരിച്ച് അങ്ങനെയുള്ള ഇത് ഉണ്ട്, കുഴപ്പമില്ല. അതുകൊണ്ട് കുടിയേറ്റത്തെ നമുക്ക് ഭയപ്പെടുന്ന ഒരു സാഹചര്യമില്ല. ശരിയാ, ഇവിടെ ആളുകൾ കുറയുന്നുണ്ടെങ്കിൽ പോലും അവരവിടെ നമ്മുടേതായിട്ടുള്ളൊരു സഭാ സംവിധാനത്തിൻ്റെ കീഴിൽ ഒന്നിച്ച് നിൽക്കുന്നു, കൂട്ടായ്മ വളരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒപ്പം നമ്മുടെ കോട്ടയം രൂപതയെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടൊരു പുനരൈക്യം വന്ന ഒരു ഇടം കൂടിയാണ്. ലോകത്തിന് മുഴുവൻ ഒരു മാതൃകയായ, അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിന് മുഴുവൻ ഒരു മാതൃകയായ ഒരു ഇടം കൂടിയാണ്. എങ്ങനെയാണ് ഈ ഒരു മലങ്കര പുനരൈക്യത്തിൻ്റെ ഒരു സാഹചര്യം ഉണ്ടായത്? ഇപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു? 2 സമൂഹങ്ങളും ഒരുമിച്ച് എങ്ങനെ മുന്നോട്ട് പോകുന്നു? പുനരൈക്യത്തിൻ്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ 1653-ലാണ് ഡിവിഷൻ ഉണ്ടാകുന്നത്. ഡിവിഷൻ ഉണ്ടായിട്ടൊരു ഭാഗം അന്ന് ഇങ്ങനെ ഓർത്തഡോക്സ് സഭയുടെ ഭാഗമായിട്ട്, പിന്നെ യാക്കോബായ സഭയുടെ ഭാഗമായിട്ട് മാറി. നമ്മൾ ബാക്കിയുള്ളൊരു കത്തോലിക്ക സഭയുടെ ഭാഗമായിട്ട് ഇവിടെ തുടർന്നു. എങ്കിലും ഈ കമ്മ്യൂണിറ്റിയുടെ ഒരു ബന്ധം വളരെ സ്ട്രോങ് ആയിരുന്നു. കാര്യം 2 ഇത് വിശ്വാസത്തിലേക്ക് മാറിയെങ്കിലും കമ്മ്യൂണിറ്റി എന്നുള്ള നിലയിലുള്ള ആ ഒരു കൂട്ടായ്മ ഇപ്പോഴും നിലനിർത്താനായിട്ട് പരിശ്രമിച്ചിരുന്നു. പക്ഷേ അതേസമയത്ത് വിശ്വാസത്തിൻ്റെ വ്യത്യാസം കാരണം മാറി നിൽക്കേണ്ടിയും വന്നു.
അത് എങ്ങനെയെങ്കിലും നമുക്ക് ഒന്നിച്ചു വരാൻ സാധിക്കണം എന്നുള്ള ആഗ്രഹം ആദ്യകാലം മുതലേ ഉണ്ടായിരുന്നു. പിന്നീട് നമ്മുടെ നാട്ടുമെത്രാന്മാർ വന്ന അവസരത്തിൽ, പ്രത്യേകിച്ചും മക്കീൽ പിതാവിൻ്റെ കാലം മുതലാണ് തുടങ്ങി. അതായത് ഈ ജ്ഞാനായ കമ്മ്യൂണിറ്റിയിലുള്ള ഈ ഒരു അകൽച്ച ഒഴിവാക്കി ഒന്നിച്ചു കൂടാനുള്ള സാഹചര്യം ഉണ്ടാക്കണം എന്നുള്ളൊരു പരിശ്രമം നടന്നുകൊണ്ടിരുന്നു. മക്കീൽ പിതാവിന് ശേഷം ചൂളപ്പറമ്പിൽ പിതാവ് വന്നു കഴിഞ്ഞപ്പോഴും പിതാവും അവരുമായിട്ട് പലരുമായിട്ട് അവിടുത്തെ വൈദികരായിട്ടും ഒക്കെ സംസാരിച്ച് അങ്ങനെ കൂട്ടായ്മയിലേക്കുള്ള ഒരു കൂടി വന്നു. അപ്പോൾ അങ്ങനെ വന്ന അവസരത്തിൽ ഒരു പുനരൈക്യ സാധ്യത ഉണ്ട് എന്ന് കണ്ടു. പക്ഷേ ഒരു കാരണം അവർ പറഞ്ഞതായിരുന്നു, ഞങ്ങൾ ഇത്രയും വർഷം പാലിച്ച ആരാധനാക്രമം ഞങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ അന്ന് അവർ അന്ത്യോക്യൻ ആരാധനാക്രമത്തിലായിരുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും അത് തുടരാൻ അനുവദിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് കത്തോലിക്ക സഭയുമായിട്ട് ഒന്നിച്ചു പോകാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അതിന് പിതാവും അതിന് കൂടുതൽ മുൻകൈ എടുത്തു. ഇവിടുത്തെ അന്നുണ്ടായിരുന്ന മെത്രാന്മാർ ഒന്നിച്ച് റോമിലേക്ക് എഴുതി ഇനി മലങ്കര ആരാധനാക്രമം നമ്മുടെ കത്തോലിക്ക സഭയിൽ അനുവദിച്ച് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ റോമിൽ നിന്ന് അനുവദിച്ച് തന്നു കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ പിതാവ് അത് സംബന്ധിച്ച് ഒരു സർക്കുലർ അവർക്ക് അയച്ചു. യാക്കോബായ സഭയിലുണ്ടായിരുന്ന ആളുകൾക്ക് അയച്ചു. അങ്ങനെ കുറേ പേര് കോട്ടയം രൂപതയിലേക്ക് കടന്നു വന്നു. അത് പക്ഷേ അവരുടെ മലങ്കര റീത്ത് തുടർന്നുകൊണ്ടാണ് 1921 ഇത് സംഭവിക്കുന്നത്. അപ്പം അന്ന് പക്ഷേ അത് കഴിഞ്ഞിട്ട് മറ്റുള്ളവരധികം വന്നില്ല. അന്നേരം മറ്റേ ഈ ജനായ സമൂഹത്തിലുള്ള കുറച്ച് പേരാണ് അന്നിങ്ങനെ പുനരൈക്യത്തിനായിട്ട് വന്നത്. പിന്നെ 1931 പിന്നെ ഇവാനിയോസിൻ്റെ നേതൃത്വത്തിൽ മറ്റേ മലങ്കര സഭയുടെ ഒരു ഇത് വരുന്നത്. അതുവരെ ഈ കോട്ടയം രൂപതയോടെ, അപ്പോൾ ഈ കോട്ടയം രൂപതയിൽ അന്ന് മുതലേ മലങ്കര ക്രമത്തിലുള്ള ആരാധനാക്രമം ചെറിയ സമൂഹങ്ങളാണ്, അധികമില്ല, സമൂഹങ്ങളായിട്ട് അവർ നിന്നിരുന്നു. പിന്നെ അതിങ്ങനെ വന്ന് 100 കൊല്ലം കഴിഞ്ഞില്ല. അപ്പോൾ ഞങ്ങൾ ഇതിനു വേണ്ടി അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു മെത്രാനെ കിട്ടണമെന്നുള്ള ആഗ്രഹം നേരത്തെ മുതലുണ്ടായിരുന്നു, പരിശ്രമിച്ചുകൊണ്ടിരുന്നു. ദീർഘകാലത്തെ പരിശ്രമം കൊണ്ട് എന്തായിരുന്നാലും ഞങ്ങൾക്ക് അവരുടെ ശതാബ്ദി വന്ന അവസരത്തിലേക്ക് 2021 ആയപ്പോഴത്തേക്കും ഒരു സഹായ മെത്രാനെ കിട്ടി. അവർക്ക് വേണ്ടി തന്നെ ഒരു മെത്രാനെ ഉണ്ടാകണമെന്നൊക്കെ ആഗ്രഹിച്ചെങ്കിലും റോം അത്രയും വന്നില്ല. അവരൊരു സഹായ മെത്രാനെ നൽകാനായിരുന്നു. അങ്ങനെ ഇപ്പോൾ സഹായ മെത്രാനായിട്ട് നമുക്കിടെ ഇപ്പോൾ കത്തോലിക്ക കോട്ടയം രൂപതയിലെ സിറുമലങ്കരയും സിറുമലബാറും ഉണ്ട്, രണ്ടായിട്ടുണ്ട്. അപ്പോൾ മലങ്കരയുടെ ചുമതല ഇപ്പോൾ ഉള്ളത് നമ്മുടെ എഫ്രൈം പിതാവിനാണ്, പിതാവിൻ്റെ കാര്യം നോക്കുന്നു. പിന്നെ ഈ കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ബന്ധം അത് ഞങ്ങളിപ്പോഴും തുടരുന്നുണ്ട്. യാക്കോബായായിട്ടും കത്തോലിക്കായിട്ടുള്ള ബന്ധം തുടരുന്നുണ്ട്. പക്ഷേ വിശ്വാസത്തിലുള്ള വ്യത്യാസം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പോകുന്നത്. അപ്പോൾ കമ്മ്യൂണിറ്റി ആകുമ്പോഴത്തേക്കും കമ്മ്യൂണിറ്റിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു വിവാഹബന്ധം തുടരാനായിട്ട് സാധിക്കും. കമ്മ്യൂണിറ്റി എൻ്റെ കുമ്പസാണല്ലോ ഈ കമ്മ്യൂണിറ്റി. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലുള്ള വിവാഹബന്ധത്തിൽ മലങ്കരയായിട്ടും നമുക്ക് വിവാഹബന്ധത്തിന് തടസ്സമില്ല. അല്ല സീറോ ജ്ഞാനായ കോട്ടയം രൂപതയിൽ തന്നെയുള്ള മലബാറും മലങ്കരയും കുഴപ്പമില്ല. പിന്നെ യാക്കോബായിലുള്ള അവരുമായിട്ടും നമുക്ക് വിവാഹബന്ധത്തിൽ വരാം. അപ്പോൾ ഒന്നെങ്കിൽ അവർ കത്തോലിക്കയിലേക്ക് വരും, അല്ലെങ്കിൽ അങ്ങോട്ടും. ഇപ്പോഴത്തെ എഗ്രിമെൻ്റ് അനുസരിച്ച് കത്തോലിക്ക സഭയ്ക്ക് ആ ഒരു ധാരണയുണ്ട്. വി ക്യാൻ ഹാവ് അവർ ഓൺ, ഈ മാരി നടത്താൻ രണ്ടുപേരും രണ്ട് വിശ്വാസത്തിനുണ്ടെന്ന ധാരണയുണ്ട്. പക്ഷേ അതും ജ്ഞാനായ കമ്മ്യൂണിറ്റിക്ക് ഉള്ളിൽ തന്നെ. പക്ഷേ ഈ ഒരു വിഷയം പലപ്പോഴും ഒരു വിവാദ വിഷയമായിട്ടുണ്ട്, പലപ്പോഴും കേസിലേക്കൊക്കെ പോയിട്ടുണ്ട്. ഈ ഒരു മറ്റ് ക്രൈസ്തവ സമൂഹങ്ങളിൽ തന്നെ മറ്റ് ക്രൈസ്തവ സമൂഹങ്ങളിലേക്ക് വിവാഹം ചെയ്യുന്നതും അവിടെ നിന്ന് തിരിച്ച് വിവാഹം ചെയ്യുന്നതും തമ്മിലുള്ള ആ ഒരു പ്രശ്നം, നമ്മുടെ ഒരു സ്വന്തം വംശത്തിനകത്ത് മാത്രം വിവാഹബന്ധം പാടുള്ളൂ എന്നുള്ള ഒരു നിഷ്ഠ പാലിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മളിപ്പോൾ പലപ്പോഴും കേസിലേക്കും പൊതുസമൂഹ മധ്യത്തിലെ ചർച്ചയിലേക്കുമൊക്കെ പോകുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മളത് ഇത്രയും ഒരു പ്രാധാന്യം കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? അത് നമ്മളുടെ ആ 4ാം നൂറ്റാണ്ടിലെ കുടിയേറ്റത്തിന് മുമ്പ് മുതലേ ഉണ്ടായിരുന്ന ആ ഒരു നിർബന്ധം. നമ്മുടെ ബൈബിളിലുള്ള ഒരു ഭാഗമുണ്ട്, എസ്രാ നെഹമ്യ പുസ്തകത്തിൽ കാണാൻ സാധിക്കും. സ്വവംശത്തിന് വിവാഹം കഴിക്കുക എന്നുള്ള ഒരു നിർബന്ധം വന്ന് അവർ സൂക്ഷിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ സ്വവംശ വിവാഹനിഷ്ഠ പാലിച്ചിരുന്ന സമൂഹത്തിൽ നിന്നാണ് അന്ന് ഇവിടെ കുടിയേറ്റത്തിന് വന്നത്. ഇവിടെ വന്നപ്പോൾ ആ ഒരു രീതി വരെ തുടർന്നു. കാരണം എല്ലാ കാര്യങ്ങളും എല്ലാവരും ഒന്നിച്ചൊക്കെ പോകാം, പക്ഷേ വിവാഹം എന്ന് പറയുമ്പോഴത്തേക്കും അത് സ്വവംശത്തിൽ നിന്നായിരിക്കണം എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ തുടർന്നു. ഇപ്പോഴും നമ്മളത് വേറൊന്നുമില്ല, അത് കമ്മ്യൂണിറ്റിയുടെ ഒരു വിശ്വാസവും ഒരു ആചാരവുമാണ്, ഒരു പൈതൃകമാണത്. ആ ഒരു സമൂഹത്തിൻ്റെ ഒരു പവിത്രത, സമൂഹത്തിൻ്റെ ആ ഒരു കൂട്ടം, അതായത് അത് അവിടെ ഒരു ബിബ്ലിക്കൽ ഇതിന് ബേസ് ചെയ്താണ് നിൽക്കുന്നത്. അതായത് സ്വവംശ വിവാഹ നിഷ്ഠ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കവനൻ്റാണ്, ഉടമ്പടിയാണ്, ദൈവത്തോടുള്ള ഒരു ഉടമ്പടിയാണ്. അന്ന് അവർ ഈ ഇസ്രായേൽക്കാർ അടിമത്തം തിരിച്ചു വന്ന അവസ്ഥ ദൈവത്തോട് ഉടമ്പടിയാണ്. അപ്പോൾ ആ ഉടമ്പടി പാലിക്കുക എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി നമ്മൾ സൂക്ഷിക്കുന്നു. ആരെയും തടയുന്നുമില്ല, ആരെയും നമ്മളതിനെ ബ്ലോക്ക് ചെയ്യുന്നുമില്ല. പാലിക്കാത്തവർക്ക് പാലിക്കാതെ, ഉദാഹരണത്തിന് ഒരാൾ സന്യാസിയാകാൻ പോയി, പറ്റുകയില്ലെങ്കിൽ തിരിച്ചു പോകുന്നു എന്ന് പറയുന്ന പോലെ ഈ ഉടമ്പടി പാലിക്കാൻ പറ്റുന്നവർ പാലിക്കുന്നു, അല്ലാത്തവർ അവരുടെ രീതിയിൽ പോകുന്നു. അത്രേ ഉള്ളൂ. പിതാവ്, നമ്മുടെ ഈ ഒരു എപ്പിസോഡിൻ്റെ സമയം ഇവിടെ തീരുകയാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ അങ്ങയോട് ചോദിച്ചറിയാനുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർക്കും അവരുടെ മനസ്സിലും കുറേ കാര്യങ്ങൾ കേൾക്കാനായിട്ട് ആഗ്രഹമുണ്ടായിരിക്കും. തീർച്ചയായിട്ടും ആ കാര്യങ്ങളെല്ലാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. അതുവരെ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് കാത്തിരിക്കാം.